മാനുഷിക നിയമങ്ങൾ അനുസരിച്ചാണോ അമേരിക്ക നൽകുന്ന ആയുധങ്ങളൊക്കെ ഈ യുദ്ധത്തിൽ അമേരിക്ക ചെലവാക്കുന്നത് എന്ന സംശയം കൂടി അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ ഉന്നയിച്ചിരിക്കുന്നു. അമേരിക്കയിൽ നിന്ന് മധു കൊട്ടാരകർ തയ്യാറാക്കിയ റിപ്പോർട്ട്. അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ ഫെബ്രുവരിയിൽ പുറപ്പെടുവിച്ച നാഷണൽ സെക്യൂരിറ്റി മെമ്മോറാണ്ടം അനുസരിച്ച് മെയ് 8-നകം US സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ നിർബന്ധമായും US കോൺഗ്രസിന് ഇസ്രയേലിന് അമേരിക്ക നൽകിയ ആയുധങ്ങൾ സംബന്ധിച്ച് വിശദമായ ഒരു റിപ്പോർട്ട് നൽകണം. പ്രധാനമായും ഈ ആയുധങ്ങൾ ഉപയോഗിക്കുമ്പോൾ ഇസ്രയേൽ അന്താരാഷ്ട്ര നിയമങ്ങൾ ലംഘിക്കുന്നുണ്ടോ എന്ന് കണ്ടെത്തി കോൺഗ്രസിനെ അറിയിക്കേണ്ടതുണ്ട്. ഇതിനോടകം ബ്ലിങ്കന് 7 സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ബ്യൂറോകൾ നൽകിയ പ്രാഥമിക റിപ്പോർട്ടിലാണ് ചില ഉദ്യോഗസ്ഥർ ഇസ്രയേലിൻ്റെ ഈ ഉറപ്പിൽ സംശയം പ്രകടിപ്പിച്ചിരിക്കുന്നത്. ഗസയിൽ നടന്ന യുദ്ധത്തിൽ ഇസ്രയേൽ അന്താരാഷ്ട്ര മാനുഷിക നിയമങ്ങൾ പാലിച്ചിട്ടില്ല എന്ന് ഇതിൽ 4 ബ്യൂറോകൾ നൽകിയ സംയുക്ത റിപ്പോർട്ടിൽ പറയുന്നു. സംരക്ഷിത മേഖലകളും അതുപോലെ അടിസ്ഥാന സൗകര്യങ്ങളുമൊക്കെ ഇസ്രയേൽ തകർത്തു. മനുഷ്യാവകാശ പ്രവർത്തകരും മാധ്യമ പ്രവർത്തകരും വരെ കൊല്ലപ്പെടുകയുണ്ടായി. ഗസയിലേക്കുള്ള മാനുഷിക സഹായങ്ങൾ അറിഞ്ഞുകൊണ്ട് തടഞ്ഞ 11 സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതേസമയം മിലിറ്ററി അഫയേഴ്സ് ബ്യൂറോ നൽകിയ മെമ്മോയിൽ ഇസ്രയേലിനുള്ള ആയുധങ്ങൾ നൽകുന്നതിൽ ഒരു കുറവും വരുത്തരുതെന്ന് ആവശ്യപ്പെടുകയും ചെയ്യുന്നു. ഇത്തരം ഒരു നീക്കം പുറത്തറിഞ്ഞാൽ ഇസ്രയേൽ ആക്രമിക്കപ്പെടുവാൻ സാധ്യതയുണ്ടെന്നാണ് ഈ റിപ്പോർട്ടിൽ പറയുന്നത്. ഇറാനെയും അവർ പിന്തുണയ്ക്കുന്ന ഗ്രൂപ്പുകളെയുമാണ് മിലിറ്ററി അഫയേഴ്സ് ബ്യൂറോ പ്രധാനമായും ഈ വിഷയത്തിൽ കണക്കിലെടുത്തിരിക്കുന്നത്. ഇസ്രയേലിനെതിരെയുള്ള ഉദ്യോഗസ്ഥരുടെ സംശയത്തെപ്പറ്റി എന്നാൽ പ്രതികരിക്കുവാൻ വൈറ്റ് ഹൗസ് തയ്യാറായിട്ടുമില്ല. അമേരിക്കയിൽ നിന്ന് മധു കൊട്ടാരക്കര, 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.